നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ, ഇന്ത്യൻ യൂണിയൻ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ്. ബഹുമാനി, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെയും എൻ്റെ പാർട്ടിയുടെയും അഭിനന്ദനങ്ങളും ആശംസിക്കുന്നു. ഇന്ന് പ്രേം നസീറിൻ്റെ 99ാമത് ജന്മദിനമാണ്. ജീവിച്ചിരിക്കുകയിൽ അടുത്ത 100ാമത് ജന്മദിനം ഗംഭീരമായിട്ട് ആഘോഷിക്കാൻ ആഗ്രഹിക്കുന്നു. മറ്റു KPSCയുടെ 75ാമത് വർഷമാണ്. നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കിയ നാടകത്തിൻ്റെ 70ാമത്. തോപ്പിൽ ബാസി പോലുള്ള ഉന്നതകുലരായ ആൾക്കാർക്ക് നേതാക്കൾക്ക് ഞങ്ങളുടെ അഭിനന്ദനങ്ങളും ആദരാഞ്ജലികളും. ബഹുമാനി, ഞാൻ മൊയ്തീൻ ഷാ എന്ന് പറഞ്ഞ് 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ 1969 വിമോചന സമരത്തിലൂടെയാണ് പൊതുരംഗത്ത് ഇറങ്ങിയത്. 10 വയസ്സ് കട്ടിയുള്ളൂ. അന്നൊരു വിപ്ലവ ഇടതുപക്ഷ ചിന്താഗതി ഉണ്ടായിരുന്നു. അത് നീതിക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ആ ഒരു ചിന്താഗതി കൊണ്ട് ഇപ്പോൾ നമ്മൾ വളർന്നപ്പോഴും നീതിക്ക് വേണ്ടി ശ്രമിക്കുക എന്നുള്ളൊരു ആഗ്രഹമുണ്ട്, സത്യത്തിന് വേണ്ടി. ആ നിലക്ക് പറയുമ്പോൾ ചിലപ്പോൾ ജാതിയെക്കുറിച്ച് പറയേണ്ടി വരും. അത് സ്വന്തം ജാതിയോട് സ്നേഹമായിട്ട് കണക്കാക്കരുത്, അല്ലെങ്കിൽ സ്വന്തം ജാതിയോട് അമിതമായ പ്രതിപത്തിയായിട്ട് കണക്കാക്കരുത്. സാമൂഹ്യ നീതിക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ഇത് പറഞ്ഞത്. ഉദാഹരണം പറഞ്ഞാൽ, നമ്മുടെ കോടതികൾ വളരെ ശക്തമായ തീരുമാനം കോടതി എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഗവർണറുടെ അധികാരത്തെക്കുറിച്ചൊക്കെ സുപ്രീം കോടതി പറഞ്ഞ് വളരെ ശക്തമായ തീരുമാനമാണ്. ആ വിഷയങ്ങൾ വിദഗ്ധന്മാർ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പറയുന്നില്ല. ഞാൻ പറഞ്ഞ് മറ്റതാണ്, 16 വയസ്സുകാരിയെ ബലാത്സംഗം ചെയ്തു, അല്ലെങ്കിൽ പീഡിപ്പിച്ചു, അല്ലെങ്കിൽ പീഡന കേസിൽ 10 ലക്ഷം രൂപയുടെ ഫൈനും 118 വർഷത്തെ ശിക്ഷയാണ്. ഈ കോടതിയോടും കോടതിയെ നയിക്കുന്ന ജഡ്ജിമാരോടും ചോദിക്കുന്നത്, നിങ്ങൾക്ക് ഹ്യൂമാനിറ്റി, മാനവികത, മാനുഷികത അങ്ങനെയൊന്നില്ലേ? ഇവിടെ ഏറ്റവും വലിയ ശിക്ഷ, ഒരു പക്ഷേ ഞാൻ നിയമം പഠിച്ച ആളാണ്, പക്ഷേ LLB എടുത്ത ആളല്ല, അല്ലാതെ പുറത്തുനിന്നുള്ള വായിൽ കൂടി നിയമത്തിൻ്റെ 4 വശങ്ങളെക്കുറിച്ചും പഠിച്ചിട്ടുണ്ട്. ഇവിടെ ഒരാൾക്ക് ഏറ്റവും വലിയ ശിക്ഷ ഇന്നും വധശിക്ഷ തന്നെയാണ്. കാരണം ജീവനേക്കാൾ വലുത് വേറെ ഒന്നുമില്ല. അതുകൊണ്ട് ജീവൻ കളയുന്നതാണ് ഏറ്റവും വലിയ ശിക്ഷ. ജീവൻ കളഞ്ഞാൽ എന്താണ് സാർ ശിക്ഷ? ഞാൻ ഈ കോടതിയിൽ ഞാൻ ഹൈക്കോടതി, ഞാൻ എൻ്റെ പ്രവർത്തന മേഖല 2000 വക്കീലന്മാരും 150ഓളം ജഡ്ജിമാരുടെ മേഖലയ്ക്ക് ദിവസം പന്താടുന്നതാണ് മനഃശാസ്ത്രവും നിയമവും. ആ മനഃശാസ്ത്രവും നിയമവും പന്താടുന്ന മൊയ്തീൻ ഷാ ചോദിക്കുകയാണ്, ഇവിടെ ഏറ്റവും വലിയ ശിക്ഷ എന്ന് പറയുന്നത് ജീവനും കളയുന്നതിനാണ്. അല്ല, നാർക്കും സംശയമുണ്ടോ? ഇല്ല, ഉണ്ടാകാൻ സാധ്യതയില്ല. അതിന് കൊടുക്കുക പരമാവധി ശിക്ഷ തൂക്കിക്കൊല്ലാം, അല്ലെങ്കിൽ 12 വർഷം. അപ്പോൾ ഒരു കുട്ടിയെ ഒരുപക്ഷെ വേണ്ടി നമുക്ക് വ്യാഖ്യാനിക്കാം, കൊലപാതകത്തെക്കാൾ വലിയ കഠിനമാണ് പെൺകുട്ടികളെ പീഡിപ്പിക്കുക എന്നുള്ളത്. അത് തെറ്റൊന്നുമില്ല. എങ്കിലും കൊലപാതകത്തിൽ വലുതായിട്ടൊന്നും ഇന്ത്യൻ ഭരണഘടനയിൽ പറയുന്നില്ല. അപ്പോൾ നിങ്ങൾ തൂക്കിക്കൊന്നോ, ഒരു കുഴപ്പമില്ലെന്ന്. എന്തിനാ അവനെ കേട്ടിരിക്കണേ? തൂക്കിക്കൊന്ന് പോഷോട്ടെ. ഇത് സർക്കാരിൻ്റെ പണം എടുത്ത്, ഖജനാവിലെ പണം എടുത്തിട്ട് സുഭിക്ഷമായിട്ട് കൊടുക്കുക. എന്താണ് ബിരിയാണി, നെയ്ച്ചോറ്, ഗീ റൈസ്, ചിക്കൻ, എന്താണ് ഫിഷ്, മട്ട, എല്ലാം സുഖലോലുവാണത്. ഇപ്പോൾ ചിലവ് ചിന്തിക്കറിയോ, ആ ഹൈക്കോടതിയുടെ മുമ്പിലേക്ക് വന്ന് ആ ജഡ്ജിക്ക് ഒരു കല്ലേറുന്നാണല്ലോ, അവർ കൊണ്ടുപോയി ജീവിതത്തിൽ നിന്ന് തടവിട്ടാൽ സുഖമല്ല. പിന്നെ ഒരു പടി എടുക്കണല്ലോ. ഈ പുറത്തുനിന്ന് വെയിലുമുണ്ട്, തെണ്ടി കിടന്ന് കാശുണ്ടാക്കണോ? സുഖമായിട്ട് ഉറങ്ങാൻ 3 ദിവസം ഭക്ഷണം കിട്ടും, സുഖലോലുവാണ്. അതുകൊണ്ട് നിങ്ങൾ പരമാവധി തൂക്കിയാണ് കൊന്നേക്കുന്നത്. ഇങ്ങനെയുള്ള ആൾക്കാരെ കൊന്നു കളഞ്ഞേക്കണം. ഈ കൂടുതൽ ദീർഘമായി ശിക്ഷ കൊടുക്കരുത്. അപ്പോൾ അതൊക്കെ ഉചിതമാണോ നിങ്ങൾ ചിന്തിക്കണം. മറ്റൊന്ന്, കാരണവർ കേസിൽ സുന്ദരിയായ മരുമകളായതുകൊണ്ട് എത്ര ആൾക്കാരാണ് അവരെ സംരക്ഷിക്കാൻ പരോൾ കൊടുക്കാൻ ശ്രമിക്കുന്നത്. മന്ത്രിമാർ മുതൽ അങ്ങ് താഴോട്ട്, ജയിലിൽ ഉയർന്ന ഉദ്യോഗസ്ഥർ താഴോട്ട്, അത് വേറെ എത്ര പേര് ജയിലിൽ കിടപ്പുണ്ട്, ആര് പോകുന്നുണ്ട്. അപ്പോൾ അവർ സ്വന്തം അമ്മായിയപ്പനെ കാമുവിനെ കൊണ്ട് കൊല്ലിച്ചവർക്ക് പരോൾ കൊടുത്ത് വർഷങ്ങളോളം. അതേ സ്ഥാനത്ത് ആ തൃശ്ശൂർ ഒരു സെക്യൂരിറ്റിക്കാരൻ്റെ കാറ് കയറ്റി കൊന്നവരുണ്ട്. കൊന്നതിൻ്റെ പേരിൽ നിഷാം
ഇത് ആരെന്നറിയോ നിങ്ങൾ മനസ്സിലാക്കണം. ശോഭ ടീമുണ്ട് തൃശ്ശൂർ, പിന്നെ മറ്റേ നമ്മുടെ ആലുക്ക ടീമുണ്ട്. ഇവർക്കുള്ളേക്കാൾ കൂടുതൽ സമ്പത്ത്, ആയിരക്കണക്കിന് കോടിയുടെ സമ്പത്തുള്ള ആളായത് ഈ നിഷാം. പക്ഷെ അവൻ ജനിച്ചു പോയ ഗർഭാശയം ഒരു മുസ്ലിം ഇതായിരുന്നു. അതിൻ്റെ പേരിലാണ് എന്തെല്ലാം ദ്രോഹം ചെയ്ത് ഇതുവരെ. എന്നിട്ട് പരോൾ കൊടുക്കാൻ പറ്റും, ഗവൺമെൻറ് പോലും പരോൾ കൊടുക്കാനൊന്നും ഇതില്ല. സാർ സുപ്രീം കോടതി അവസ്ഥ ഇടപെട്ട് 2 ആഴ്ചത്തേക്ക് പരോൾ കൊടുത്തിട്ടുണ്ട്. കോടീശ്വരനായി ജീവിച്ച അതിൻ്റെ ഭാര്യയൊക്കെ അത് തെണ്ടി ജീവിക്കുകയാണ്. അവർ സ്വത്തെല്ലാം അന്യാധീനപ്പെട്ടു പോയി. അത് പുറകിലൊക്കെ ഭയങ്കര കളിയുണ്ട്. കാരണം ശോഭ എന്ന് പറഞ്ഞ വിങ്ങും, അതൊരു ഹിന്ദു വിങ്ങും, പിന്നെ ക്രിസ്ത്യൻ ആലുക്കാസും അവർക്ക് മുകളിൽ വരരുത്, അവരൊപ്പം വരരുത്. അതിന് വേണ്ടി അവരും പുറകിൽ കളിച്ചിട്ടില്ലേ. എന്ത് ചിന്തിക്കണം. ഇവിടെ കാറ് കയറ്റിക്കൊള്ളാത്ത എത്ര പേരുണ്ട്. പട്ടാപോലും വെട്ടിക്കൊന്ന് അത് എന്തെല്ലാം ഉണ്ട്. ഇയാൾക്ക് മാത്രം ഒരു ആനുകൂല്യം കൊടുക്കാൻ പറ്റില്ല, ഒരു എള്ളു കൊടുക്കാൻ പാടില്ലാതെ ഒരു പരിധി കോടതിയും പിന്നെ ഗവൺമെൻറ്റൊക്കെ ചിന്തിക്കുമ്പോൾ അതിൻ്റെ പുറകിൽ കളിക്കുന്ന നികഷ്ടമായ ജീവികളുടെ പ്രവർത്തനമുണ്ട്. ഇപ്പം ഏതായാലും 2 ആഴ്ച അവധി കൊടുത്തിരിക്കാം. പിന്നെ അമ്പരത് പോകും. ഞാൻ ഇതൊക്കെ പറയുന്നല്ലയോ, ഇവിടെ അനീതിയെക്കുറിച്ച് പറയുമ്പോൾ ചിന്തിക്കുമ്പോഴേ മനസ്സ് പകച്ചു പോവുകയാണ്, അല്ലെങ്കിൽ മനസ്സ് പിന്നെ ഖിന്നരായി പോവുകയാണ് മനസ്സ്. എന്തൊക്കെയാണെന്നറിയോ, പെട്രോൾ പമ്പിൽ നിങ്ങൾ ചോദിക്കുക, എൻ്റെ സംഭാഷണം കേൾക്കും മാന്യ മഹാജനങ്ങളെ, എന്നെക്കാൾ എന്തുകൊണ്ട് മികച്ച ബുദ്ധിശക്തിയുള്ള നിങ്ങൾ ചിന്തിക്കുക, ഞാൻ പറഞ്ഞത് തെറ്റുണ്ടോ ഇല്ലെന്ന്. ഒരു പെട്രോൾ പമ്പിൽ ബാത്റൂം തുറന്നു കൊടുത്തില്ല, അതിൻ്റെ പേരിൽ തെറ്റ് തന്നെയാണ്, സംശയമില്ല. ആ ഒരു ആൾക്ക് കൊടുത്തറിയോ 1,60,50,000 രൂപ ഫൈൻ. പിഴയല്ല, ഈ കക്ഷിക്ക് നഷ്ടപരിഹാരം കൊടുക്കാൻ പറഞ്ഞു. അവിടെ എന്താണ്, ഒരു കക്ഷി ഫാത്തിമായി, മറ്റു കക്ഷിയില്ല തന്നെ, അതുകൊണ്ടായിപ്പോയി. അപ്പം ഇങ്ങനെ നോക്കിയാൽ എന്താണ് നമ്മുടെ കോടതിയും നമ്മുടെ എങ്ങനെയാണ് നമ്മുടെ രാജ്യം മുന്നോട്ട് പോകുന്നത്, എവിടെയാണ് നീതി, എവിടെയാണ് പിന്നെ അടിസ്ഥാനപരമായ സൗകര്യങ്ങൾ. നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾ ചെറിയ ബുദ്ധിയോ ചിന്തിക്കുക. അന്യായമായിട്ട് ഇപ്പോൾ നമ്മുടെ മലപ്പുറം ജില്ലയെക്കുറിച്ച് ആര് പറഞ്ഞു? വെള്ളാപ്പള്ളി പറഞ്ഞു. വെള്ളാപ്പള്ളി പറഞ്ഞിട്ട് ആ വെള്ളാപ്പള്ളിക്ക് 11-ാം തീയതി വ്യാഴാഴ്ച നടക്കുന്ന ലോക മഹാസമ്മേളന സ്വീകരണ പരിപാടിയിൽ 4 മന്ത്രിമാർ, മുഖ്യമന്ത്രി ഇപ്പം 4 മന്ത്രിമാർ 5 മന്ത്രിമാർ പോകുന്നുണ്ട്. അതിന് ഈ ഏറ്റവും അഴിമതി പെണ്ണീസൊക്കെ ഉള്ള ഒരാൾ മന്ത്രി ചെറിയ അയാളോട് മാതൃകാ പുരുഷനല്ലേ വെള്ളാപ്പള്ളി. വെള്ളാപ്പള്ളി മാതൃകാ പുരുഷൻ തന്നെയാണ്. നിങ്ങളത് പറഞ്ഞുകൊണ്ടിരുന്നോ? നമുക്ക് ഇലക്ഷൻ വരുമല്ലോ. ഇവിടെ 40-40% ഒരു വിഭാഗമുണ്ട്. പിന്നെ ചെറിയാൻ നിങ്ങൾ വെറും 9% മനസ്സിലാക്കണം. ഞാനിത് പറയുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളിത് ഇരിക്കില്ല. ഇപ്പോഴും പഴയ അഹങ്കാരം പോയി. ഈ 23% ഈഴ വിഭാഗത്തിൽ, വെള്ളാപ്പള്ളി വിഭാഗത്തിൽ 5% പോലും വെള്ളാപ്പള്ളി കൂടെ നിൽക്കുന്നില്ലെന്നേ. അങ്ങനെ സുധീരെ തോൽപ്പിക്കാൻ വേണ്ടി വെള്ളാപ്പള്ളി നോക്കിയിട്ട് തോറ്റോ? അങ്ങനെ വെള്ളാപ്പള്ളി ആരെയും തോൽപ്പി പറഞ്ഞാൽ അവൻ ജയിച്ചു, അതനുഭവം. പിന്നെ ഈഴവരിൽ 90% ഇപ്പം പിണറായി സർക്കാർ വീണ്ടും അധികാരത്തിൽ വരുമെന്ന് പറയുകയാണെങ്കിൽ 90% ഈഴവർ നിങ്ങൾക്ക് വോട്ട് ചെയ്യും. അത് രാഷ്ട്രീയം നോക്കിയാലും നോക്കിയില്ല, ആ ഒരു ബഹുമാനം. അപ്പോൾ ചെറിയാൻ പറഞ്ഞങ്ങനെയുണ്ട്. ഒരു കാര്യത്തിലൊക്കെ സുര പറഞ്ഞു. സുര ആദ്യത്തെ പറഞ്ഞാൽ പിന്നെ സുര പറഞ്ഞു അത് ശരിയാണ്, 30 ദിവസം അവിടെ മുസ്ലിങ്ങളല്ലാത്തവർക്ക് ഒരു ചായ പോലും കിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. സമ്മതിക്കാം. പക്ഷേ സുരേ അപ്പോഴും അതിലെ ഹിന്ദുക്കൾക്ക് കടന്നു കിടക്കാം, അവിടെ യാത്ര ചെയ്യാം, അവിടെ താമസിക്കാം, ഒരു കുഴപ്പമില്ല സുരച്ചേട്ടാ, വിധി. അത് നിങ്ങളുടെ വാരാണസിയിലേ 1 കിലോമീറ്റർ ദൂരത്തേക്ക് ഒരു മുസ്ലിം കടക്കാൻ പോലും പറ്റില്ല. അതെന്ത് നിയമോടോ ഉള്ളി സുരേ, അതെന്ത് നിയമാ? പറയുമ്പോൾ എല്ലാം പറയണ സുരക്കുട്ടി. ഞങ്ങളൊക്കെ ഈ ലോകത്ത് ജീവിച്ചിട്ട് കുറേ മനുഷ്യർ, ഞങ്ങൾക്ക് ലോകം കണ്ടവരാ. നിയമവും മനഃശാസ്ത്രവും കയ്യിൽ അമ്മായിട്ട് നടന്നാണ്. വെറും മൊയ്തീൻ ഷായല്ല, നിങ്ങൾ മുക്കാശം 4 കോൺഗ്രസ് അല്ല സുരേ. ഉരുളക്ക് ഉപ്പേരി പോലെ നിങ്ങൾക്ക് ഉത്തരം പറയേ തരൂ. അപ്പോൾ എതിർക്കാനല്ല, നിങ്ങൾ അത് തെറ്റിദ്ധരിച്ചാൻ വേണ്ടിയിട്ടുള്ളൂ. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ എന്തെങ്കിലും നീതി വേണ്ടി പറഞ്ഞത്. നമ്മൾ പറഞ്ഞു നമുക്ക് എന്ത് തെറ്റും ചെയ്യാം, പക്ഷെ ചെയ്യുന്ന ന്യായീകരണം വേണം, നീതീകരണം വേണം. നീതീകരണത്തിൽ തെറ്റ് ചെയ്യാൻ പാടില്ല. ഞാൻ പല പ്രാവശ്യം പറഞ്ഞത് അതിലൊരു തെറ്റാണ്. അപ്പോൾ നമ്മൾ ഭാര്യ വീട്ടിൽ പോകുന്നു, നേരെ എടുത്ത് നോക്കുമ്പോൾ അവിടുത്തെ നാത്തൂർ എടുത്ത ലുങ്കിൽ ഞാനും എടുത്ത്, എൻ്റെ ലുങ്കിൽ നാത്തൂർ എടുത്തെങ്കിൽ എന്ത് ന്യായീകരണം പറയാണ്ട് സുരക്കുട്ട, എന്ത് ന്യായീകരണം പറയാണ്ട്? അതുപോലെ തെറ്റ് ചെയ്ത് നിങ്ങളിപ്പോൾ പറഞ്ഞാൽ അതുപോലെ തെറ്റില്ലേ? പിന്നെ മലപ്പുറത്തെ കാര്യം പറയുമ്പോൾ ഒരു കാര്യം പറഞ്ഞേ തീരൂ.
അത് നിങ്ങൾ ശ്രദ്ധിച്ചോ? ഞങ്ങൾ വെറും അതിൽ തൊപ്പിയും താടി വെച്ച ഒരു മുസ്ലിയാർ എന്ന് പറഞ്ഞ ഒരു നീചൻ, നികൃഷ്ടൻ, നിഷ്കരം പ്രവർത്തിക്കുന്നവൻ. അവൻ ഒരിക്കലും മുസ്ലിമായിട്ട് പറയാൻ പറ്റില്ല. പ്രസവ വേദന തുടങ്ങിയിട്ട് അവനവൻ്റെ ഭാര്യയുടെ ഗുഹിക സ്ഥാനം ഇതല്ലോ അത് മറ്റൊരു കാണാൻ പാടില്ല എന്ന് പറഞ്ഞ ആ കഴിവരുടെ മോൻ അവനെ അറസ്റ്റ് ചെയ്തിട്ട് അവരെയൊക്കെ വെടിവെച്ച് കൊല്ലണം. അവൻ വീട്ടിൽ ആ സ്ത്രീ മരിച്ചുപോയി. ഇടോ നികൃഷ്ട ജീവി, നിങ്ങൾ താടി വെച്ച മൊയിലിയാർ അല്ലെങ്കിൽ കള്ളം മൊയിലിയാർ, ഞാൻ ചോദിക്കട്ടെ, നീയൊക്കെ എന്ത് ജാതിയാടാ? നീയൊക്കെ എന്ത് മുസ്ലിമാടാ? വേണ്ടി വന്നാൽ പന്നിയിറച്ചി തിന്നാന്നില്ലടോ നിങ്ങളുടെ മതം. നിങ്ങളുടെ നമ്മുടെ മതത്തിൽ രോഗമാണ്, മാറുമില്ലെങ്കിൽ പന്നിമാംസം കഴിക്കാറുണ്ട്. അത് എപ്പോഴും പന്നിമാംസം കഴിക്കാറില്ല. വേണ്ടി വന്നാൽ അതും ചെയ്യാമെന്ന് പറയുന്ന ഒരു മോസ്റ്റ് മോഡേൺ ആയ ഒരു മതം. ആ മതത്തെ നിങ്ങൾ വികലമാക്കി മറ്റുള്ളവരുടെ മുമ്പിൽ കൊച്ചാക്കി കളയല്ലേ ഈ കഴിവരുടെ മോൻ മൊയിലേരെ. അത് തന്നെയല്ല, ഒരു കാര്യം കൂടെ പറയാം. നിങ്ങൾക്ക് ചാട്ടുമാറ് വെച്ച് അടിക്കാൻ ഞങ്ങൾ മുസ്ലിം സമുദായം പുറത്തിറങ്ങും. എന്താണെന്നറിയോ? ഈ മുഖത്ത് മറച്ച് പോകുന്നത് നിങ്ങൾ പറഞ്ഞിട്ടോ ഒരു കുഴപ്പമില്ല. നിങ്ങൾ മുഖം മറിച്ചിട്ട് നിങ്ങൾക്ക് എല്ലാവരും കാണാം, നിങ്ങളെ ആരും കാണാൻ പാടില്ല. അവൻ പുറത്തിറങ്ങരുത്. എങ്ങനെയൊക്കെയാണ് സംഘപരിവാർ ഉണ്ടാകുന്നത്? വെറുതെ സംഘപരിവാർ ഉണ്ടാകുന്നില്ല. ഇതുപോലെ നീചമായ പ്രവൃത്തി, യാതൊരു ന്യായീകരണമില്ലാത്ത പ്രവൃത്തി ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും സംഖ്യകൾ ഉണ്ടാകും. മരുഭൂമി ഉണ്ടാകുന്നത് എങ്ങനെയെന്ന് പറയുമ്പോൾ സംഖ്യകൾ ഉണ്ടാകും. നിങ്ങൾ മാതൃക കാണിക്കണം. നിങ്ങൾ പറഞ്ഞിട്ടോ കുഴപ്പമില്ല. ആ മുഖം ഒന്ന് മാറ്റി വയ്ക്കേ. ഇത് മുഖത്ത് പോലും എന്താണ് ഒരു തുണിയിട്ട് കണ്ണ് മാത്രം തുറന്നു വെച്ചിട്ട് ചില ഈ ഭീകര സംഘടനയൊക്കെ കക്കാൻ പോകുമ്പോൾ മുഖംമൂടി ഒരിക്കൽ പോലെ. അതൊന്നും ഇസ്ലാമിന് പ്രോത്സാഹിപ്പിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു ഇസ്ലാം മതം ഉണ്ടെങ്കിൽ ആ ഇസ്ലാം മതത്തെ അംഗീകരിക്കാനും പറ്റില്ല. എന്തേ അങ്ങനൊന്നുമില്ല. സൗദിയിലാണല്ലോ ഏറ്റവും മാതൃക നിങ്ങൾ പറഞ്ഞ മുസ്ലിമുള്ള, അത് അതിൽ അങ്ങനെയൊന്നുമില്ല. ശരീരം മറക്കാമെന്നത് ശരിയാണ്. അപ്പോൾ കന്യാസികൾ വസ്ത്രക്കല്ലേ, നേഴ്സുമാർ ഇരുതല്ലേ, അതൊക്കെ ഓക്കെ, അതും കുഴപ്പമില്ല. ശരി, അപ്പോഴത്തെ കണ്ടീഷനിൽ ഇപ്പോഴും സ്ത്രീകൾക്ക് വലിയ ആശ്വാസമാണ്. കാരണം സ്വർണ്ണത്തെ വില കൂടി ഇപ്പോഴും സ്വർണ്ണം അവർ ധരിക്കുകയല്ല. അപ്പോൾ അവർക്ക് മാനസികമായിട്ട് വിഷമമുണ്ട്. അതൊക്കെ ഒഴിവാകും. അപ്പോൾ ഉണ്ടോ ഇല്ല ആരും അറിയില്ലല്ലോ. അതൊക്കെ നല്ല കാര്യമാണ്. ശരീരം മുഴുവൻ മറച്ച് പോകുന്നതിൽ പോലും തെറ്റില്ല. പക്ഷെ ആ മുഖത്ത് ഒരു ഈ കന്നുകാലി കൊണ്ട് പാടത്തൂടി പോകുമ്പോൾ ഞാറ് തിന്നായിരിക്കാൻ വേണ്ടി ഒരു തൊപ്പി വയ്ക്കും. അതുപോലെ വെച്ച് അത് വെച്ചുകൊണ്ട് കേരളത്തിൽ ഇന്ത്യയിൽ എത്ര വിശ്വാസിയാലും ഏത് പുണ്യവാളും മുസ്ലിമായാലും അത് ഇറങ്ങിയാൽ ഞങ്ങൾ തന്നെ ഇത് അടുത്ത ഭാവിയിൽ ഇറങ്ങി അത് പറിച്ച് പിടിച്ചൊരിക്കുകയാണ്. എന്ത് ലഹള ഉണ്ടായാലും വേണ്ടില്ല, എന്ത് ലഹള ഉണ്ടായാലും വേണ്ട, എന്ത് പോലീസ് വന്നാലും വേണ്ട, എന്തും വേണ്ട, ഞങ്ങൾ പിടിച്ചു കുറച്ച് കളയത്. ഞങ്ങളുടെ പിള്ളേർ സജ്ജായിക്കൊണ്ടിരിക്കുക, വൃത്തികേട് ചെയ്യുന്ന ഇതില്ലേ. അതുപോലെ നികൃഷ്ട ജീവിയാണ് ഇപ്പോൾ ഈ കണ്ട മൊയിലിയാർ. ഭാര്യയെ സാധാരണ ഗൈനക്കോളജിസ്റ്റ് പെണ്ണുങ്ങൾ ഡോക്ടർമാരുണ്ടല്ലോ, അവരല്ലേ കാണുന്നത് ആ സ്ത്രീയെ കൊന്നു കളഞ്ഞില്ലടോ. നിങ്ങൾക്ക് കൊലക്കുറ്റത്ത് ഉപയോഗിച്ചത് വിചാരമില്ല. അങ്ങോട്ട് യോഗി പറയും പോലെ ആ ഞെട്ടിക്കൊരു വീഡിയോ വെച്ച് അവർ തീർത്തേക്കണം. പിന്നെ വേണ്ടത് ഇപ്പോൾ കാട്ടൂടാന്ന് തോന്നിക്കുക. അപ്പോൾ അവൻ പറഞ്ഞതെന്നറിയോ, അവൻ്റെ മനസ്സ് അവൾ മരിച്ചാൽ എനിക്ക് കുഴപ്പമില്ല, എനിക്ക് വേറെ വേണ്ട കേട്ടോ. പക്ഷെ അവളുടെ ആ അഫറത്തിൽ അവളുടെ ആ ഗുഹ്യ സ്ഥാനം മറ്റുള്ള കാണാൻ പാടില്ല. അവർക്ക് എന്ത് സ്വാർത്ഥനാണ്. അവരൊക്കെ തല്ലിക്കൊല്ലുന്ന സമയം കഴിച്ചില്ലേ? അവരൊക്കെ ഞങ്ങൾ സംഘപരിവാരുടെ കൂടെ നിൽക്കും തല്ലിക്കൊല്ലാൻ. വേറെ സംശയം മേടിക്കണില്ല. വൃത്തികൾ കാണിച്ചാൽ. പക്ഷെ നിങ്ങൾ മാന്യമായിട്ട് നിൽക്കൂ, നിങ്ങൾ മതത്തിൽ വിശ്വസിക്കൂ, നമസ്കരിക്കൂ, പ്രാർത്ഥിക്കൂ, ഹജ്ജ് ചെയ്യൂ, ഒന്നും ഒരു കുഴപ്പമില്ല. ഇതാണ് സമ്മതിക്കാൻ പറ്റില്ല. അത് സമുദായത്തെ മോശമാക്കുന്ന കാര്യമാണ്. അപ്പം അതുകൊണ്ട് ഇത്തരണത്തിൽ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് ആ സമുദായം വില കൊടുക്കേണ്ടത്. അതാണ് ഞങ്ങൾ മുസ്ലിം ലീഗിനോട് പറഞ്ഞു വരെ. ഇപ്പോൾ വേറൊരാൾ പറഞ്ഞ് പിണക്കം വിചാരിക്കേണ്ട. അതായത് നമ്മൾ വീട്ടിൽ വളർത്തുന്ന ഒരു പട്ടിയുണ്ട്. നമ്മൾ വീട്ടിൽ ഉടമ വരുമ്പോൾ ആ പട്ടി വാലൊന്ന് അനക്കും. എനിക്ക് മനസ്സിലായതിനെന്ന് അന്യ ഒരാൾ വരുന്നെങ്കിലോ അവൻ്റെ ചാട്ടവും കുറയും എത്ര ഇതായിരിക്കും. അതുപോലെ ലൈക്ക് ദിസ് പ്രിയങ്ക ഗാന്ധിയുടെ ഇന്നത്തെ ചാനൽ കണ്ട് അദാനിക്കെതിരായിട്ട് ഘോരം പ്രസംഗിച്ച് പാർലമെൻറ്റിൽ മോഡിക്ക് നോക്കിക്കാണ്. അതേ പ്രിയങ്ക ഗാന്ധി ഒക്കെ ബില്ല് വന്നപ്പോൾ നിങ്ങൾ പോയി എന്നുള്ള ഒരു കാര്യം അതൊക്കെ അറിയില്ലേ? അതുപോലും അറിയാൻ കഴിവില്ലാത്ത നിങ്ങൾക്ക് എങ്ങനെ പ്രതിപക്ഷ ഡെപ്യൂട്ടി ലീഡറായി വയ്ക്കും? ഔദ്യോഗിക പ്രഖ്യാപിച്ചാലും ഡെപ്യൂട്ടി ലീഡർ നിങ്ങളാണല്ലോ, മെയിൻ ലീഡർ ആങ്ങളെയും. ഞങ്ങൾ ആങ്ങളെയും പെങ്ങളുടെ പക്ഷത്ത് തന്നെയാണ് നിങ്ങൾ ഭരണത്തിൽ വരാൻ വേണ്ടി ഞങ്ങൾ ശ്രമിക്കണം, അതിലൊന്നും സംശയമില്ല. പക്ഷേ നിങ്ങളത് അനങ്ങിയോ? ഇനി ചർച്ച ആക്ടിൻ്റെ ബില്ല് വരുമ്പോഴേ നിങ്ങൾ പട്ടിയുടെ കാര്യം പറയും, നിങ്ങൾ ഘോരം പ്രസംഗിക്കുകയാണല്ലോ.
ഇതൊക്കെ ഞങ്ങളുടെ കുത്തി കുത്തി ആൾക്കാർ ചോദിക്കാതെ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വാദിക്കുന്നു. പക്ഷെ ഞങ്ങളുടെ ചോദ്യങ്ങൾ തുറന്ന് ചോദിക്കുന്ന ആൾക്കാർ ഇതല്ലേ സംഗതി. വല്ലതും പറയാൻ പറ്റുമോ? മണിപ്പൂരിൽ വർഷമുണ്ടായി. രാഹുൽ ഗാന്ധി എത്ര പ്രാവശ്യം പോയി അവിടെ? അപ്പുറത്ത് ചമ്പലിലൊക്കെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ എത്ര പ്രാവശ്യം പോയി അവിടെ? നിങ്ങൾ എന്താണ് 20% വോട്ട് കിട്ടുന്ന ഈ ജനങ്ങളോട് നിങ്ങൾ എന്ത് നീതിയെ പുലർത്തുന്നത്? അറിയാമല്ലോ, ആദ്യത്തെ പാർലമെന്റ് ഇലക്ഷനിൽ 36 കോടി ജനങ്ങളുണ്ടായപ്പോൾ വെറും 36% വോട്ട് ചെയ്ത് അതിൽ നിന്നാണ് ആദ്യത്തെ പ്രധാനമന്ത്രി ഉണ്ടായത്. അന്ന് 100ഓളം MP ഇഷ്ടം മുസ്ലിം സമുദായത്തിൽ 100ഓളം MP. ഇന്ന് കുറഞ്ഞ് 10-12 BJP കാരണമാണ് സമ്മതിച്ചു. BJP കാരണം അവർക്ക് വേണ്ട നിങ്ങൾക്കുള്ള മത്സരിക്കാമല്ലോ. നിങ്ങൾക്ക് 100 MP 100 MP 20% കണക്കാക്കിയാൽ തന്നെ എത്ര വേണം? 100ന്റെ 20% 20 ഞാൻ പഠിച്ചത്. 20 MP നിങ്ങൾക്ക് കൊടുക്കാൻ പാടില്ലേ? ആ 100ന്റെ എണ്ണം എടുത്താൽ മതി. അതിന് 20%. എത്ര എണ്ണങ്ങൾക്ക് കോൺഗ്രസ്സിൽ? എന്നിട്ടും ഞാൻ പറഞ്ഞില്ലേ, അമ്മയുടെ കരൾ എടുത്ത് കൊണ്ടുപോയി അതിനകത്ത് കാല് തട്ടിയപ്പോൾ അമ്മ പറഞ്ഞെന്നറിയോ? അമ്മയുടെ കരൾ പറയണം, അയ്യോ എൻ്റെ മോൻ്റെ കാലേന്ന് എന്ന് പറയുമ്പോലെ അത്രയും മോശമായി പ്രവൃത്തി ചെയ്തിട്ടും ആ കരൾ എന്ന് പറയുന്ന അമ്മയുടെ കരൾ പ്രാർത്ഥിച്ചറിയോ മോന് വേണ്ടിയാണ്. അതുപോലെ നിങ്ങൾ ഇത്രയെല്ലാം കോൺഗ്രസ് ചെയ്തിട്ടും നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണ്, നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യണം. അതാണ് ഇന്ത്യൻ യൂണിയൻ കോൺഗ്രസ് എന്ന് പറയാൻ കാരണം. കോൺഗ്രസ്സിന് കോടിക്കണക്കിന് അനുഭാവികൾ പ്രവർത്തനം ഈ സോണിയ ഗ്രൂപ്പിനോട് ഇഷ്ടപ്പെടുന്നവരുണ്ട്. അതുകൊണ്ട് അവർ BJP പോലെ കമ്മ്യൂണിസ്റ്റും പോലെ അവരെ സംഘടിപ്പിച്ച് ഈ പൊളിയാറെ നിൽക്കുന്ന മതിലിന് താങ്ങ് കൊടുത്ത് നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യണം അവരെ കൊണ്ട് എന്ന് പറഞ്ഞാൽ സോണിയ കോൺഗ്രസ് കൊണ്ട് ഒഴിവാക്കിക്കൊണ്ട് ഇവിടെ ഒരു ഭരണം നടത്താൻ സാധിക്കില്ല. എന്നാൽ സോണിയ കോൺഗ്രസിന് മാത്രം പറ്റില്ല. അതും എന്താ ചെയ്യുക? സോണിയ കോൺഗ്രസിനെ മുന്നിൽ നിർത്തിക്കൊണ്ട്, അതിന് കത്തോലിക്ക കോൺഗ്രസ് ഒക്കെ പറയെങ്കിലും തൊട്ട് നിർത്തിക്കൊണ്ട് ബാക്കിയുള്ളവരെ സപ്പോർട്ട് നിങ്ങൾ തരാണ്. ഇതിനുവേണ്ടി ഈ രാജ്യത്തിന് മാറ്റം വേണം, അപകടാവസ്ഥ മാറണം. അതാണ് ചെയ്യുന്നത്. നിങ്ങൾ ആ ഒരു പരിഗണന കേരളത്തിൽ കാണിക്കണില്ല, ഇന്ത്യയിലും കാണിക്കുന്നില്ല. ഒരു കാര്യം വളരെ അസന്നിഗ്ധമായിട്ട് വ്യക്തമായിട്ട് ഉറപ്പിച്ചും പറയാം. എന്താണത്? 2050 വരെയെങ്കിലും 25 വർഷത്തേക്കെങ്കിലും ഇനി UDF പോലെ കോൺഗ്രസ് ഇല്ലാത്തൊരു ഭരണം കേരളത്തിൽ ഉണ്ടാവില്ല. അത് എല്ലാ കരുക്കളും നീക്കിയിരിക്കുകയാണ്. അത് ഇപ്പോൾ ക്രിസ്ത്യൻകളും മുസ്ലിങ്ങളും സഭയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും എല്ലാം ചേർന്നോട്ടെ. അതുള്ള വെള്ളാപ്പള്ളിക്ക് വേണ്ടി നമ്മുടെ ചെറിയ മന്ത്രി കോയലൂരി അങ്കിൾ ഞങ്ങൾ പറയാണ്, ഞങ്ങൾ ഭരണത്തിൽ കയറ്റും, ഭരണത്തിൽ ഇരുത്തും. തൽക്കാലം LDF പുറത്തേക്കിട്ടെ, പിന്നീട് BJP പുറത്തേക്കിട്ടെ. ഒരു 5 വർഷത്തേക്ക് 5 ടേമിൽ നിങ്ങൾ പ്രതീക്ഷിക്കാൻ പറ്റും ഭരണം. പക്ഷേ അവിടെ നിങ്ങൾ മര്യാദ കാണിക്കണം, നിങ്ങൾ നെറികേട് കാണിക്കരുത്. ഒക്കെ ബില്ലിൽ രാഹുൽ ഗാന്ധി സഭയിലുണ്ടായല്ലോ, എന്തോ കോരു പ്രസംഗിച്ച നിങ്ങൾക്ക് അങ്ങനെ ആവേശം കൊണ്ട് പ്രസംഗിക്കാനോ അങ്ങനെ ഒരു പ്രസംഗശൈലിയൊന്നുമില്ല. സംസാര ഭാഷ പോലേ ഉള്ളൂ. അതിന് പ്രസംഗം എന്ന് പറയാൻ പറ്റില്ല, ആവേശം കൊണ്ട് പറയാൻ പറ്റില്ല. ഒരു ആവേശത്ത് പറഞ്ഞ എന്ത് കാര്യമുണ്ടോ? എന്തോ പറഞ്ഞു. അത് ഞങ്ങൾ രമേഷിന് നല്ല പ്രസംഗശൈലി പറയാൻ പറ്റില്ല. എന്തോ കാര്യം പറയൂ. എപ്പോഴും മുഖം ഒരേ രൂപം തന്നെ നോക്കും. പല രീതി വേണ്ടേ, ചിരിച്ചു വേണം, കരഞ്ഞു വേണം, അതില്ല. അത് പോട്ടെ. അപ്പം അതുകൊണ്ട് അങ്ങനെയൊക്കെ പോരായി ഉണ്ടെങ്കിൽ കൂടി ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യണമെന്ന്. പക്ഷെ അപ്പോൾ നിങ്ങൾ മര്യാദ കാണിക്കണം. കേരളത്തിൽ പോലും നിങ്ങൾ 50 സീറ്റ് കേരളത്തിൽ കൊടുക്കണം മുസ്ലിങ്ങൾക്ക്. മറ്റുള്ളവർ കൊടുക്കണമല്ലോ, അവർക്കെല്ലാം കൊടുക്കും ജനസംഖ്യക്ക് ആനുപാതികമായിട്ട്. ആ ജനസംഖ്യക്ക് ആനുപാതികമായി 50 സീറ്റ് ഒരുക്കി 50 സീറ്റ് അടുത്ത അസംബ്ലി ഇലക്ഷനിൽ നിങ്ങൾ എവിടെ കൊടുക്കണം ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്, പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. തുല്യനീതിക്ക് വേണ്ടിയാണ്, അല്ലാതെ ആ കൂടുതൽ കിട്ടാൻ വേണ്ടിയില്ല. തുല്യനീതി, എല്ലാവർക്കും തുല്യനീതി. അതാണ് സാമൂഹ്യനീതി, അതാണ് വോയിസ് ഓഫ് ജസ്റ്റിസ്. അതാണ് ശബ്ദമില്ലാത്തവർ ശബ്ദിക്കുന്നത്. അത് ഞങ്ങൾ പറഞ്ഞത്. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഭരണം നിങ്ങൾക്ക് ഉറപ്പാണ്, യാതൊരു സംശയമില്ല. ഇനി എന്തൊക്കെ പറഞ്ഞാലും, ഇനി വെള്ളാപ്പള്ളി ചെന്ന് എന്ത് പറഞ്ഞാലും അതൊരു അനങ്ങുമില്ല. വെള്ളാപ്പള്ളിക്ക് എന്ത് ചെയ്താലും അവർ ഇനി 23% എന്ന കേരളത്തിൽ ഈഴവ വിഭാഗത്തിന്, അതിൽ 70-75% കഴിഞ്ഞ മുമ്പിലത്തെ ഇലക്ഷൻ. ഞാൻ പറഞ്ഞ ഇലക്ഷൻ LDF അതിൻ്റെ രണ്ടാമത് പിണറായപ്പോൾ അത് 75-80%. ഇപ്പോൾ മൂന്നാമത് പിണറായി വരികയാണെങ്കിൽ അതിൽ 90% കേരളത്തിലെ ഈഴവർ പിണറായി വോട്ട് ചെയ്യും.
അത് തെറ്റാറില്ല. പിന്നെ നിങ്ങൾക്ക് BJP കോൺഗ്രസും എവിടെ നിന്നാണ് ഈഴ വിഭാഗം വോട്ട് കിട്ടുന്നത്? നിങ്ങൾ സുധീരനെയും മുല്ലപ്പള്ളിയൊക്കെ നിങ്ങൾ മുഖ്യമന്ത്രിയാക്കാൻ ശ്രമിക്കണമൊക്കെയാണ് കോൺഗ്രസിലെ ആൾക്കാർ. അതിൻ്റെ കളി ആൻ്റണിയുടെ കളിയാണ്. ആൻ്റണിക്ക് ഇപ്പോഴും ഒരു ചെറിയൊരു ഇതുണ്ട്, ഒരു പ്രാവശ്യം കൂടി ഒന്ന് മുഖ്യമന്ത്രി കാശ് ഇരുന്നാലോ എന്നൊരു മോഹമുണ്ട്, ആ ദുഷ്ടനുണ്ട്. അതാണ് ഈ ബൊറി കിടന്ന സുധീറിനെയും വെള്ളാപ്പള്ളിയൊക്കെ കൊണ്ടുവന്ന് മുല്ലപ്പള്ളി കൊണ്ടുവന്നിട്ട് തർക്കം ഉണ്ടാക്കുമ്പോൾ നമ്മുടെ ഇദ്ദേഹമുണ്ട്, NCP നേതാവ് മാഷ് പീതാംബരം മാഷ് എന്ന് ചോദിച്ചാൽ വയസ്സായി 90 വയസ്സൊക്കെ ഇപ്പോഴുണ്ട് കിടപ്പായി തോന്നുന്നു. അങ്ങനെ 2 ഗ്രൂപ്പ് തർക്കം ഉണ്ടാക്കിയപ്പോൾ നെഗോഷിയേറ്റ് ചെയ്തില്ല ഞാൻ തന്നെ ആകും. അപ്പോൾ എന്തു പറയും, തൽക്കാലം മാഷ് തന്നെ ആവട്ടെ. ആ ഒരു അഭ്യാസം ഇടയ്ക്ക് ജനങ്ങൾ അറിയും, അതാണ് യാതൊന്നും വേണ്ട. അപ്പം അങ്ങനെ വരുമ്പോൾ 23% വരുന്ന ഈഴ വിഭാഗത്തിൽ 90% വോട്ടും LDF പോകുമ്പോൾ എവിടുന്നാടോ കോൺഗ്രസും BJP വോട്ട് കിട്ടുക? മനസ്സിലായില്ലേ? ഇനി നായർ വിഭാഗം എടുക്കാം. നായർ വിഭാഗം 9% ഉള്ളൂ. ഈ 9% വരുന്ന അസംബ്ലി ഇലക്ഷൻ, പഞ്ചായത്തെ വിട്ടു കളിച്ചിട്ടാണ്, അസംബ്ലി ഇലക്ഷനിൽ ഒരു 7% അവർ 10 7 BJPക്ക് പോകും. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ NSSും വെള്ളാപ്പള്ളിയൊക്കെ BJP സപ്പോർട്ട് നിൽക്കുകയാണ്, അതുകൊണ്ട് പോകും. ബാക്കി 2% വോട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 9-2 അപ്പോൾ 2 1.25 വോട്ടുള്ളൂ. 1.25 വോട്ടാണ് ബാക്കി പുറത്ത്. അതിൽ നിന്ന് വേണമെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും കോൺഗ്രസും കിട്ടാൻ. എന്നിട്ട് ഈ മഹാന്മാർ ഇപ്പോൾ ചിന്തിക്കുന്നതോ പ്രധാനപ്പെട്ട സീറ്റുകളെല്ലാം ഞങ്ങൾക്ക് വേണം, നായേഴ്സിന് വേണം, മുഖ്യമന്ത്രി സ്ഥാനം ഞങ്ങൾക്ക് വേണം, A or B. ഞങ്ങൾ 7 നായന്മാരുണ്ട്, 7 നായർ ഒരു നായരാകണം. ഇവിടെ നിങ്ങൾക്ക് എന്ത് ആവശ്യം വെച്ചാൽ, എന്ത് അധികാരം വെച്ചാൽ, എന്ത് സാധ്യത വെച്ചാൽ നിങ്ങൾ മുഖ്യമന്ത്രി സ്ഥാനം ആഗ്രഹിക്കുന്നു? ജനസംഖ്യ നോക്കുന്നേ, ജനസംഖ്യ നോക്ക്. 9% ജനസംഖ്യ. അതിൽ നിങ്ങൾ അത് 7% നിങ്ങൾ BJPക്ക് സംഘപരിവാർ പോകും. ബാക്കി 2% ഉള്ളൂ. അത് പങ്കിട്ട് പോകുമ്പോൾ 1% വെച്ച് കിട്ടുള്ളൂ. എന്നാലും ഒരു വോട്ട് പോലും കിട്ടില്ല. 10 വോട്ടിട്ടില്ല, 1 വോട്ട് കിട്ടുള്ളൂ. അപ്പോൾ നായർ വിഭാഗത്തിൽ നിന്ന് LDFനും UDFനും 1 വോട്ട് പോലും കിട്ടാൻ സാധ്യതയില്ല. അങ്ങനെ നിങ്ങൾ തന്നെ മുഖ്യമന്ത്രി ആകണമെന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ചേട്ടൻ വെയിലിട്ടപ്പോൾ അല്ലെങ്കിൽ ഞാൻ ഊണ് കഴിക്കാൻ പോവാം, അല്ലെങ്കിൽ ഞാൻ ഊണ് കഴിക്കാൻ പോകും ചേട്ടൻ വെയിലിട്ടപ്പോൾ എന്ന് പറയുന്ന 5 ജ്യേഷ്ഠന്മാർ കഥയുണ്ട്. അതുപോലെ എന്ത് വന്നാലും നിങ്ങൾക്ക് വേണമെന്ന് വെച്ചാൽ BJP വന്നാൽ അത് ഞങ്ങൾക്ക് വേണം. നിങ്ങൾ നോക്ക്, സുരേഷ് ഗോപി പറ്റുമായിരിക്കും അവിടെ ആ ഒരു ചോനുണ്ടായില്ലേ, അവർ നിങ്ങൾ മാർക്ക് തന്നില്ലേ? അങ്ങനെ വേണ്ട. നമുക്ക് എല്ലാ നീതി ലഭിക്കണത്. നായർ നീതി, ക്രിസ്ത്യൻ നീതി എല്ലാം വേണം. അത് മാറ്റി വെച്ചുള്ള കളിയൊന്നും വേണ്ട. പിന്നെ വഖഫ് പ്രശ്നം, മുനമ്പം സംഭവം, ഇതൊക്കെ പറയുമ്പോഴേ ഈ ഒരു സമുദായത്തെ നിങ്ങൾ എത്ര കണ്ട് ആഴത്തിലും ആഴത്തിലും അനവസരത്തിലുമാണ് ആക്രമിക്കുകയും എതിർക്കുകയും ചെയ്തത്. ഇതാരും ചോദിക്കാനും പറയില്ലെന്ന്. അതാണ് ഇരിക്കുന്നത്. കോൺഗ്രസ്സുകാർ, ലീഗുകാർ, ഞാൻ ലീഗുകാരെ സംബന്ധിച്ച് ചോദിക്കാൽ ലീഗ് വഴി തെറ്റി പറയുന്നത് ലീഗിന് ബുദ്ധി ഉണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കണം. ഏതാണ്ട് 5 ദിവസം മുമ്പ് മാത്യു സാമുവേൽ ഒരു സന്ദേശം അയച്ചു. അത് തരുമോ? ഇനി വടക്കേ ഇന്ത്യയിൽ പോലെ കംപ്ലീറ്റ് മുസ്ലിം വിരോധം കാണിക്കണം, ലീഗിനും വിരോധം കാണിക്കണം എന്ന് പറഞ്ഞ് അദ്ദേഹം ഒരു അദ്ദേഹത്തെ ചാനലിൽ പറഞ്ഞു. പിറ്റേ ദിവസം അദ്ദേഹവും നമ്മുടെ ഇപ്പോഴത്തെ BJPയുടെ സംസ്ഥാന പ്രസിഡന്റായിട്ട് ഒരു ചർച്ച നടത്തി. അതിന് പിറ്റേ ദിവസം വെള്ളാപ്പള്ളി ഇദ്ദേഹമായിട്ട് ചർച്ച നടത്തി. ഇതെല്ലാം കഴിഞ്ഞ ദിവസമാണ്. തന്നെ നിൽക്കാൻ പോലും പറ്റാത്ത 90 വയസ്സുള്ള വെള്ളാപ്പള്ളി കാറിപ്പൂരി യാത്ര ചെയ്യാൻ പാടില്ല. വെള്ളാപ്പള്ളി നിലമ്പൂർ ചെന്ന് ക്യാമ്പ് ചെയ്യുന്നത്. ഇപ്പോൾ നിലമ്പൂർ ഗസ്റ്റ് ഹൗസിൻ്റെതാണ് എൻ്റെ അറിവ്. പിന്നെ അതൊക്കെ ഉണ്ടായിരുന്നു. പറഞ്ഞു ഇത് പറഞ്ഞു. അതിനർത്ഥം ഇനിയിപ്പോൾ ആകെ ഇത്രയും കാലം വിമർശിക്കുമ്പോഴേ ലീഗുകാരെ ഒഴിവാക്കിയത്, തങ്ങന്മാരെ ഒഴിവാക്കിയത്, ഇപ്പോൾ അതും മാറ്റി ലീഗിനെയും തങ്ങളെയും എടുത്തു, സംഘപരിവാർ ഉൾപ്പെടെ വെള്ളാപ്പള്ളി ഉൾപ്പെടെ. ഇനി ആകെ ചെയ്യാൻ പോകുന്നത് കേരളത്തിൽ കാണുന്നത് PC ജോർജ് ആമുഖമായിട്ട് പറഞ്ഞു, ഓൾ മുസ്ലിംസ്. അതാണ് ഇനി മറ്റുള്ള വെള്ളാപ്പള്ളി എല്ലാം പറയാൻ പോകുന്നത്. മുസ്ലിങ്ങൾ മൊത്തത്തിൽ പഴിച്ചവരാണ്, കൊള്ളരാത്തവരാണ്, അങ്ങനെയാണ് പറയാൻ പോകുന്നത്. അതാണ് അടുത്ത ശൈലി. അതിനർത്ഥം സംഘപരിവാർ കൊടുത്തിരിക്കുന്ന ചിഹ്നറിയോ, നീ മൊത്തം മുസ്ലിങ്ങളൊക്കെ മാറ്റി എതിർത്തോ. ഇനി ഒരു ദയവ് വിചാരിക്കേണ്ട, ഇനി ദാക്ഷിണ്യം വിചാരിക്കേണ്ട, വിട്ടുവീഴ്ചയും വേണ്ട. അങ്ങനെ ചെയ്താൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ എതിർത്തോ, അങ്ങനെ മുന്നോട്ട് പോകാന്നുള്ള ചെയ്യട്ടെ, നമുക്ക് കുഴപ്പമില്ല. അപ്പം ഞങ്ങൾ പറയുന്നത് സുഹൃത്തുക്കളെ, ഈ നിങ്ങൾ ആരെല്ലാം സംഘപരിവാറിൽ പോകുന്നോ നിങ്ങൾ ബാക്കി ആരും ഉണ്ടോയെന്ന് വെച്ചാൽ അവർ ഞങ്ങൾക്ക് സഖ്യം ഉണ്ടാക്കാമല്ലോ.
ഞങ്ങളുടെ പാർട്ടിക്ക് മുസ്ലിം സമുദായത്തിലൊക്കെ ചേർന്നിട്ട് അങ്ങനെ ആരെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ അവരായിട്ട് ഒരു സഖ്യം ഉണ്ടാക്കി മുന്നോട്ട് ഭരിക്കാമല്ലോ, ഭരണത്തിലേക്ക് ശ്രമിക്കാമല്ലോ. ഇനി ആരും ഇല്ലെങ്കിൽ ഞങ്ങൾ വിധിയാന്ന് വെച്ചാൽ അത് ഉൾക്കൊള്ളുന്നേ. എന്താ ഈ പറഞ്ഞ് നാട് രാജാവ് വെറുതെ കിടക്കാം, നാട് വെറുതെ കിടക്കാൻ പറ്റില്ല. അതുപോലെയാണ് നാട്ടുകാരെ മുഴുവൻ പറയാണ് ഇനി മുസ്ലിങ്ങൾ വേണ്ട, അല്ലെങ്കിൽ മതി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സ്വീകരിക്കും. അതാണ് ശരി. ആ നിലക്ക് ഞങ്ങൾ ഈ ഇവിടുത്തെ കേരളത്തിലെ രാഷ്ട്രീയക്കാരോടും പറയാനുള്ളത്, നിങ്ങൾ ആരെല്ലാം സംഘ് പരിവാർ മുന്നിലേക്ക് BJP പോകുന്നത് പറയും ധൈര്യമായിട്ട് ഞാൻ സംഖ്യയാണ്, അഭിമാനത്തിൽ പറയുന്നേ, എന്താ കുഴപ്പം? അപ്പോൾ ബാക്കി ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് അവരായിട്ട് ഒരു സഖ്യധാരം ഉണ്ടാക്കാമല്ലോ. പിണറായി വിജയൻ കമ്മ്യൂണിസ്റ്റ് കംപ്ലീറ്റ് 90% മുസ്ലിം വിരോധമായി. അത് അവർക്ക് നിലനിൽപ്പ് വേണ്ടിയാണ്, കുറ്റം പറയാൻ പറ്റില്ല. അത് കാരണം പെരുന്നാളെന്ന് കഴിഞ്ഞല്ലേ, കോശോ ഒരു ആഘോഷമോ ഈ പിണറായി ഒരു അനുബോധനം കൊടുത്തോണ്ട് ഞാൻ കണ്ട കാണുന്നില്ല. ചിലപ്പോൾ ഉണ്ടായിരിക്കാം, നമ്മൾ പത്രമെല്ലാം നോക്കുന്നതല്ല. പക്ഷേ ഒരു ചന്ത ഉണ്ടായി ഉറപ്പിക്കില്ല. വരുന്നല്ല, ഒരു മാസം നോമ്പ് കഴിഞ്ഞ് തീരുന്നാണ്. ഒരു ദിവസം ഒരു വലിയ പെരുന്നാൾ വരുമ്പോൾ പെട്ടെന്നല്ല, ഒരു മാസത്തെ സമയമുണ്ട്, അതിന് ശേഷം അത്. എന്നിട്ട് എന്തെങ്കിലും ഒരു ചന്ത ഉണ്ടാക്കി ഇവിടെ ആരെങ്കിലും വേണ്ടിയോ, ഏതെങ്കിലും സമുദായം വേണ്ടിയോ, ലീഗുകാരെ വേണ്ടിയോ ഒന്നും ഉണ്ടായില്ല എന്ന് ഞാൻ അറിവ്. അപ്പം അതുകൊണ്ട് അവർ ഒതുക്കി കഴിഞ്ഞു, മാറ്റിവെച്ചു. അവർക്കിനി ഇന്നൊരു രക്ഷയില്ല. ഇതൊക്കെ ഒരു സംഗതി. അപ്പോൾ അതിസങ്കീർണമായ ഒരു വീക്ഷണകോണിൽ കൂടിയാണ്, അല്ലെങ്കിൽ പ്രവർത്തന മേഖലയാണ് കേരളത്തിൽ കടന്നു പോകുന്നത്. കേരളത്തിൻ്റെ കാര്യം അത് വടക്കേൻ്റെ കാര്യമില്ല, കടന്നു പോകുന്നത്. അങ്ങനെ കടന്നെല്ലാം പോകുമ്പോഴും നമുക്കൊരു കാര്യമുണ്ടല്ലോ, നമുക്കെതിരെ വരുന്ന കാര്യങ്ങൾ നമുക്ക് അനുകൂലമാക്കി മാറ്റിയെടുക്കുക എന്നുണ്ട്. അതൊരു ഫിലോസഫിയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ പോകുന്നവരൊക്കെ പോവും, അത് കൊഞ്ഞനം കാണിക്കുക, അന്തസ്സായിട്ട് പോവും. ഇത് ബാക്കി ഇനി ആരെങ്കിലും ഉണ്ടോ കൊണ്ട് നോക്കാമല്ലോ. ഇനി ആരും ഉണ്ടെങ്കിൽ അവരായിട്ട് സഖ്യം ഉണ്ടാക്കാം. അല്ല ആരും ഇല്ലെങ്കിൽ ഞങ്ങളുടെ വിധി ഇതാണെന്ന് വെച്ചിട്ട് നമ്മളത് ഉൾക്കൊണ്ട് ഒന്നും തല്ലും അല്ലെങ്കിൽ കൊല്ലും അല്ലെങ്കിൽ നിൽക്കും. കാരണം ദജ്ജാലിനെ നേരിടാൻ പോകുന്ന, ലോകാവസാനത്തെ നേരിടാൻ പോകുന്ന, ഭൗതിക ലോകം ഒരു നേട്ടമല്ലെന്ന് ചിന്തിക്കുന്ന ജനകോടികളാണ് മുസ്ലിങ്ങൾ. ആ സമുദായത്തിനിടക്ക് പിന്നെ RSS അംഗപരിവാരം അല്ലെങ്കിൽ ഭീഷണി ഒന്നും വിഷയമല്ല. കാരണം അവർ ഭൗതിക ലോകത്ത് കൊടുക്കുന്നില്ല, അവർ ആത്മീയ ലോകത്തിന് പ്രാധാന്യം കൊടുക്കുന്നത്. അത് വരുമ്പോൾ അത് വിധിയാണെന്ന് വെച്ചുകൊണ്ട് ഒന്നുമില്ല, സ്വയം മരിക്കും അല്ലെങ്കിൽ മറ്റു ആരിൽ കൊല്ലും. അതൊക്കെ അപ്പോഴത്തെ അവസ്ഥയാണ്. അവിടെ ഓലപ്പാമ്പ് കാണിച്ച് പേടിപ്പിച്ച് ഈ സമുദായത്തെ പിന്നെ മെരുക്കി പേടിപ്പിക്കാന്ന് വിചാരിക്കണ്ട. അങ്ങനെ പേടിക്കുന്ന സ്വഭാവമില്ല. മദിനിയല്ല മൊയ്തീൻ ഷാ ഗ്രൂപ്പും. മദിനിക്ക് നോട്ടപ്പശു പറ്റി, കാരണം ബുദ്ധിയില്ലാതെ ബുദ്ധിശൂരം കാണിച്ച് അങ്ങനെ, അതല്ലെങ്കിൽ കളി അങ്ങനെയാണല്ലോ കളിച്ച്. ഞങ്ങളതല്ല, ഞങ്ങൾ ഇന്ത്യ രാജ്യത്തെ സ്നേഹിച്ചുകൊണ്ട് ഇന്ത്യയിലെ ഇതര സമുദായങ്ങളെ അംഗീകരിച്ചുകൊണ്ടും ബഹുമാനിച്ചുകൊണ്ടും ആദരിച്ചുകൊണ്ടും ആണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്, ജീവിക്കാൻ വേണ്ടി, നിലനിൽപ്പിന് വേണ്ടി. ഇതൊക്കെയാണ് വസ്തുതകൾ. ഇതൊക്കെ പറയാതിരിക്കാൻ പറ്റുമോ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ആണ് നമുക്ക് ആമുഖം നിങ്ങൾ പറയാനുള്ളത്. അപ്പോൾ ഒരു കാര്യം പ്രത്യേകം പറയാണ്, കേരളത്തിൽ വരുന്ന 2050 വരെയും അല്ല പിന്നെ എന്താണ് പറയുന്നത്, നിത്യജീവിതം ലോകത്തില്ല, ദൈനംദിന ജീവിതമുള്ളൂ. നിത്യജീവിതം മറ്റു ലോകത്ത് പരലോകത്തുള്ളതാണ്. അതാണ് ക്രിസ്ത്യനൊക്കെ പറയുന്നുണ്ട്. പിന്നെയുള്ള ദൈനംദിന ജീവിതം. അപ്പോൾ 25 കൊല്ലം കണക്കാക്കാമല്ലോ, 1000 കൊല്ലം. ആ 25 കൊല്ലം വരെ ഇപ്പോഴത്തെ കണ്ടീഷനിൽ സംഘപരിവാർ എങ്ങനെ ചെയ്താലും, ക്രിസ്ത്യൻക്കും കാസ്റ്റൊക്കെ എന്ത് ചെയ്താലും, ഈ 40% മുസ്ലിങ്ങൾ കേരളത്തിൽ ഉണ്ടെങ്കിൽ, ഉണ്ടെന്ന് പറയുന്നത് സംഘപരിവാറാണ്, ഉണ്ടെങ്കിൽ അവർ 95% വോട്ടും UDF ചെയ്യുമെങ്കിൽ, ഇതിന് ആകെ ചെയ്യുന്ന വോട്ടിന് 39% 4-3-7 സാർ. ഇന്ന് രാത്രിയാണെന്ന് പറഞ്ഞാൽ ശരിയല്ലാത്ത സ്ഥലമുണ്ട്, ഇന്ന് പകൽ സ്ഥലമുണ്ട് ഇപ്പോഴും. പക്ഷേ 4-3-7 തന്നെ എവിടെ ചെന്നാലും അങ്ങനെ 4-3-7 കണക്കാണ്. ആകെ 39% വോട്ട് ബ്ലോക്കായിട്ട് UDF കിട്ടുമെങ്കിൽ, UDF അല്പസ്വല്പം പോരായി കണ്ണിൽ പോലും ഭരണത്തിൽ പോകാൻ പറ്റില്ല. അത് നിരന്തരമായിട്ട് 2050 വരെ നിലനിൽക്കും. അപ്പോഴേക്കും കുറേ മാറ്റങ്ങൾ വരും. അപ്പം അതുകൊണ്ട് ആരും പേടിപ്പിക്കണ്ട. പിന്നെ കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് നശിച്ചുപോയി, ലീഗും പോയി എന്ന് വിചാരിച്ച് ലീഗ് പേടിച്ച് LDFിലേക്ക് വോട്ടിന് കാര്യമില്ല. പക്ഷെ നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം, നിങ്ങൾ ആകെയുള്ള ഒരേ ഒരു തെറ്റപ്പാടുള്ളൂ. അതെന്താണ്? നിങ്ങൾ ആ മുസ്ലിം എന്ന പേര് പാർട്ടിയിൽ നിന്ന് മാറ്റണം, മതത്തിൽ നിന്നല്ല. ഞാൻ വീണ്ടും പറയാണ്, തെറ്റിദ്ധരിക്കരുത്. പക്ഷേ മുസ്ലിം എന്ന വാക്കിനോ പേരിനോ ഒരു കുഴപ്പമില്ല. മറ്റേതൊരു സമുദായത്തെക്കാളും ജാതിയേക്കാളും ഒപ്പം ഒരു പിടി മുന്നിൽ നിൽക്കുന്നതാണ് മുസ്ലിം. പക്ഷേ രാഷ്ട്രീയത്തിൽ വരുമ്പോഴേ അത് പാടില്ല. അത് തന്നെയല്ല, ഒരു കാര്യം ഞാൻ പറഞ്ഞു നിർത്താം. എപ്പോഴും ഞാൻ ലീഗിനെ വിമർശിക്കുമ്പോഴേ നന്നാകാൻ വേണ്ടിയാണ്. ഞാൻ ചോദിച്ചു,
നിങ്ങൾ ആകെയുള്ള ഭരണസമയത്തിൽ 69% നിങ്ങൾ ഭരണത്തിലുണ്ടായി കേരളത്തിൽ, മുഖ്യമന്ത്രി ഉൾപ്പെടെ 2 പ്രാവശ്യം മുഖ്യമന്ത്രി ഉൾപ്പെടെ. എന്നിട്ട് എറണാകുളം ജില്ലയ്ക്ക് ഒരു 10 സെൻറ്റ് സ്ഥലം വാങ്ങിച്ച് ഒരു പാർട്ടി ഓഫീസ് ഉണ്ടാക്കാൻ പറ്റുമോ? എറണാകുളം ജില്ല കണ്ണായ സ്ഥലം, മധ്യ കേരളമാണ്, നന്നായ സ്ഥലമാണ്. നിങ്ങൾ സാധിച്ചു. നിങ്ങൾ കോടിലിട്ട് പന്താടിയില്ലേ? നിങ്ങളുടെ ഓരോ മന്ത്രി വരക്ക് 50,000 ഒക്കെയാണ്. ആമോഷിങ്ങൾ വന്നു കഴിഞ്ഞാൽ കൊടുക്കുന്നില്ല. 50,000 കെട്ടുകൊടുത്ത് പറയാണ് ഞാൻ തന്നാന്ന് പറയണ്ട, നിങ്ങൾ കൊണ്ടുപോയി കല്യാണം കഴിച്ച മകളെന്ന് പറഞ്ഞാൽ നല്ല തെറ്റൊന്നുമില്ല. അത് അത്രയ്ക്ക് കോടികളിട്ട് പന്താടി നിങ്ങൾക്ക് ഒരു 10 സെൻറ്റ് സ്ഥലം വാങ്ങി ഒരു ഓഫീസ് ഉണ്ടാക്കാൻ പാടില്ലേ? ഇവിടെ RSP അല്ലെങ്കിൽ മറ്റേ കേരള കോൺഗ്രസ്, BJP എത്ര ഓഫീസുണ്ടാക്കി. കമ്മ്യൂണിസ്റ്റ്മാർ പിന്നെ പറയണ്ട. ഇന്ന് നിങ്ങൾ ആ ഓഫീസ് ഏതൊരു പഴയ ഓഫീസ് വാങ്ങിച്ചിട്ട് ഇപ്പോൾ എന്താണ് ഈ തൂണ് കൊടുത്ത് തീർക്കല്ലേ? ഇതിനൊക്കെ വലിയ നാണക്കേട് വേറെ ഉണ്ടോ? എത്ര മെടുക്കന്മാരുണ്ടായി, എത്ര മന്ത്രിമാരുണ്ട്, എത്ര കോടി കൈകാര്യം. ഒരു 10 സെൻറ്റ് സ്ഥലം വാങ്ങി ഒരു സാമാന്യ ഏതെങ്കിലും നിങ്ങൾ നേതാക്കൾ ഓർമ്മക്കായിട്ട് ഒരു ബിൽഡിംഗ് വെച്ചിട്ട് പണിയാൻ പറ്റില്ലെന്നോ? എത്ര കാലം കൊണ്ടുവരുന്നത്. ഇനി നിങ്ങൾ ആ അവസാനം CPM BJP നമ്മളെ മധുവിധ് കഴിഞ്ഞ പോലെ നിങ്ങൾ ഇതിൻ്റെ മധുവിധ് കാലമൊക്കെ കഴിഞ്ഞ് ഇനി അത്ര ഈശൊന്നുമല്ല. ഇനി നിങ്ങൾക്ക് പിടിച്ചു ശരിക്കും പണിയെടുക്കണം. പണ്ട് നിങ്ങൾ കോൺഗ്രസിൻ്റെ കൂടെ നിന്നിട്ട് കോൺഗ്രസിൽ നിങ്ങൾ മുസ്ലിം സമുദായത്തെ വിറ്റുകൊണ്ട് നക്കാപ്പിച്ച് കോൺഗ്രസ് വാങ്ങിച്ച് പണിയെടുക്കാതെ അധികാരം കിട്ടി. ഇനി അത് നടക്കില്ല. ശരിക്ക് പണിയെടുത്താൽ മാത്രമേ അധികാരം കിട്ടുള്ളൂ. കാരണം ഇവിടെ ശക്തമായിട്ട് സംഘപരിവാർ വന്നു കഴിഞ്ഞ്, അല്ലെങ്കിൽ BJP വന്നു കഴിഞ്ഞു. BJP പ്രവർത്തനം മോശമൊന്നുമല്ല, വളരെ ആഴത്തിലും ആധികാരികമായിട്ടും ശാസ്ത്രീയമാണ്. അത് നയിക്കാൻ സംഘപരിവാറുണ്ട്. നിങ്ങൾ കാണുന്ന അത്ര ഈസിയൊന്നുമില്ല. അതുകൊണ്ട് ഇനി നിങ്ങൾക്ക് കോൺഗ്രസിൻ്റെ കൂടെ നിന്ന് കോൺഗ്രസിന് നിങ്ങൾക്ക് പങ്കിട്ട് പണി നടക്കില്ല. നിങ്ങൾ 2 കൂട്ടും പണിയെടുക്കണം. പണിയെടുക്കാൻ പറ്റില്ല. ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്താണ്. ഇപ്പോൾ സഭ പറയും എല്ലാം മുസ്ലിങ്ങൾ കൊടുത്തേക്കാണ്. ഇന്ന് ഒരു ക്രിസ്ത്യൻ നേതാവ് പറയാണ്, എന്താ പറഞ്ഞറിയോ, നിങ്ങൾ പിണറായി വിജയനൊന്നും പറയണ്ട, നിങ്ങളെല്ലാം അല്ലെ ബേബി ഒന്നും പറയണ്ട, ഞങ്ങൾക്കറിയാം നിങ്ങൾ നിങ്ങളെല്ലാം മുസ്ലിങ്ങൾ മാത്രമേ ഉള്ളൂ. ഏടോ 125 ഭാരവാഹികളുണ്ടായിരുന്ന KPCCയിൽ 95 പേര് നിങ്ങൾ തന്നില്ലേ? ഇനി അത് കിട്ടില്ല. ആ ഒരു മധുവിധ കഴിഞ്ഞു പോയിട്ടോ. അതുകൊണ്ട് പിന്നെ പിണങ്ങിയിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് മാന്യമായി അവകാശപ്പെട്ട് അർഹതപ്പെട്ട് കിട്ടും, യാതൊരു സംശയമില്ല. അത് കൊടുക്കുമെന്ന് തന്നെയാണ് പറയുന്നത്. ഇത്രയും കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് നിർത്താൻ നിങ്ങൾക്ക് ഒരായിരം നന്ദി ചെയ്യുന്നു.